പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥി സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ലോക പരിസ്ഥിതി ദിനാശംസകൾ. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം പ്രകൃതിയിൽ നിന്ന് പ്രചോദനം, കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി. ഇത് ഇന്നത്തെ ലോകം കേൾക്കേണ്ട ഏറ്റവും വലിയ സത്യമാണ്. പ്രകൃതി മനുഷ്യൻ്റെ അധ്യാപികയാണ്. ഒരു മരത്തെ നോക്കൂ, കല്ലെറിഞ്ഞാലും അത് നമുക്ക് തണലും ഫലവും നൽകുന്നു. ഒരു നദിയെ നോക്കൂ, അതൊരിക്കലും സ്വന്തം ആവശ്യത്തിനല്ല ഒഴുകുന്നത്, മറ്റുള്ളവരുടെ ദാഹം തീർക്കാനാണ്. പ്രകൃതിയുടെ ഓരോ സൃഷ്ടിയും നമ്മെ പഠിപ്പിക്കുന്നത് കൊടുക്കുന്ന ജീവിതത്തിൻ്റെ മഹത്വം തന്നെയാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതിന് പകരം പ്രകൃതിയെ തന്നെ നശിപ്പിക്കുകയാണ്. കാടുകൾ ഇല്ലാതാകുന്നു, നദികൾ മലിനമാകുന്നു, കാലാവസ്ഥ മാറുന്നു, ചൂട് കൂടുന്നു. പ്രളയവും വരൾച്ചയും മനുഷ്യജീവിതത്തെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് വെറും പ്രകൃതിയുടെ പ്രശ്നമല്ല, നമ്മുടെ ഭാവിയുടെ മുന്നറിയിപ്പാണ്. ഒരു മരം നട്ടാൽ അത് വെറും ചെടിയല്ല, അത് നാളെയുടെ ശ്വാസമാണ്. ഒരു തുള്ളി വെള്ളം സംരക്ഷിച്ചാൽ അത് വെറും ജലസംരക്ഷണമല്ല, ഒരു തലമുറയുടെ ജീവൻ കാത്തുസൂക്ഷിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ചെറിയ കാര്യങ്ങളിൽ നിന്ന് മാറ്റം തുടങ്ങണം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാം, ജലം പാഴാക്കാതിരിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പ്രകൃതിയെ സ്നേഹിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. കാരണം ഭൂമി നമ്മുടെ പാരമ്പര്യമല്ല, വരും തലമുറയിൽ നിന്ന് കടം വാങ്ങിയ സമ്പത്താണ്. പ്രകൃതി നശിച്ചാൽ മനുഷ്യൻ്റെ പുരോഗതി തന്നെ അർത്ഥരഹിതമാകും. അതുകൊണ്ട് വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർക്കേണ്ട സമയം ഇതാണ്. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്നത് അസർബൈജാനാണ്. ആഗോള ആഘോഷങ്ങൾ 2026 ജൂൺ 5 ബക്കു നഗരത്തിൽ നടക്കും. അതോടൊപ്പം ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്കും ഒരു പ്രതിജ്ഞ ചെയ്യാം. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഭാവിയെ സംരക്ഷിക്കുന്നതാണെന്ന്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയെ കാത്തുസൂക്ഷിച്ച് ഭാവിയെ മനോഹരമാക്കാം. താങ്ക് യു.